അനന്യാസ് വന്നു, നിലം വിറ്റതിൽ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു. ഇത്രയ്ക്കോ നിലം വിറ്റത്? അതെ, ഇത്രയ്ക്കേ വിറ്റുള്ളൂ ഉപദേശി. കിടക്കുന്ന ഉരുണ്ട് വീണ് വെട്ടിയടിച്ച പോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കേൾക്കണോ മക്കളെ? ഒരനന്യാസ് ആത്മാവിനോട് വ്യാജം പറയുമ്പോ വ്യാജം പറഞ്ഞ് വീണവനെ കുഴിച്ചു മൂടാൻ ആത്മനിറവുള്ള ബാല്യക്കാർ സഭക്കകത്തനിപ്പുണ്ട്. മനസ്സിലായില്ലല്ലേ? എവിടെയുമുണ്ട് കുഞ്ഞുങ്ങളെ ഒരു ന്യൂനപക്ഷം. എല്ലാ സഭയിലുമുണ്ട്, എല്ലാ പട്ടണത്തിലുമുണ്ട്. ഒരനന്യാസ് ആത്മാവിനോട് അപരാധം ചെയ്യുമ്പോ അവനെ കുഴിച്ചു മൂടാൻ അതേ സഭയിൽ ബാല്യക്കാർ നിൽക്കുക. ബാല്യക്കാർ അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. വൈകിട്ടത്തെ കാപ്പി കുടിക്ക് കാണാത്തത് കൊണ്ട് അച്ചായനെ അന്വേഷിച്ച് അമ്മാമ്മ വന്നു. രാവിലെ അങ്ങേര് പള്ളി പോയതാണല്ലോ. പള്ളിയിൽ പോയിട്ട് ഇതിയാനെന്താ ഇത്രയും സമയം എടുക്കുന്നേ? ഇത്രയും സമയം എടുക്കാറില്ലല്ലോ. രാവിലത്തെ യോഗം കഴിഞ്ഞ് ഒരു 3 മണി പരുവത്തിൽ വരേണ്ടതാണല്ലോ. 4 മണി 5 മണി 6 മണിയായിട്ടും കാണാത്തത് കൊണ്ട് അമ്മാമ്മ വരിക സാരിയൊക്കെ ചുറ്റി പള്ളി അങ്കണത്തിൽ വന്നപ്പോൾ പത്രോസ് നിന്നങ്ങ് പ്രസംഗിക്കുക. ചോദിച്ചു പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? വന്ന ഉടനെ ചോദിച്ചു, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. ഇത്രയ്ക്ക് തന്നെ. പക്ഷെ അടുത്ത വാക്യം ഹൃദയത്തെ കുത്തുന്ന വാക്കായിരിക്കണം കേട്ടോ. വായിച്ചവനെ വായിച്ചേ. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ ഭാര്യയും ഭർത്താവും കൂടി ഒക്കിയ. ചർച്ചയിൽ ചെല്ലുമ്പോ പാസ്റ്റർ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച കാണാഞ്ഞത് എന്താ? ഇപ്പൊ വണ്ടിയുടെ അകത്തിരുന്ന് പറഞ്ഞേക്കണം. എന്ത് പറയണം? വയറ്റിളക്കമെന്ന് പറഞ്ഞേക്കണം. എനിക്കത് ഭയമാകുന്നു. എനിക്ക് വാക്ക് വായിക്കുമ്പോ പേടിയാകുന്നു. കർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? ഇത്രയ്ക്കാണോ വിറ്റത്? സഹോദരിമാരെ, ആ ചോദ്യം വരുമ്പോഴെങ്കിലും ഈ മണ്ടിപ്പെണ്ണിനൊന്ന് അറിഞ്ഞൂടെ എന്തോ കൊനിഷ്ടുണ്ടെന്ന്? അന്നേരമെങ്കിലും ഒന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ. അവളെന്താ പറഞ്ഞു? അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ആകെ കൂടി ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു യൂണിറ്റി ഉള്ളത് ഈ നുണ പറയാനാണ്. വേറെ ഒരു യൂണിറ്റി ഇവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി കൊണ്ടുവന്ന് വെച്ച പേഴ്സിനകത്തുനിന്ന് കാശ് പോയതിനിടി, മേടിക്കാൻ പറഞ്ഞ സാധനത്തേക്കാൾ കൂടുതൽ സാധനം മേടിച്ച ഇടി, ചുരിദാർ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞ 2 എണ്ണം എടുത്തതിനിടി. ഇങ്ങനെ പലതിനും ഒൽക്കാതെ വരുമ്പോൾ അവർക്കാകെ കൂടിയുള്ള ഒരു മനസ്സ് ഇതിനാ ദൈവകാര്യത്തിൽ. പത്രോസ് എന്ന് പറയാണ്. അടുത്ത വാക്യം വായിച്ചേ. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. ഞാന് ഒരു കാഴ്ച കാണുകയാണ്. മറ്റവര് കൊണ്ടുപോയി ആരോ മൂടി, അനന്യാസിനെ മൂടി കുഴിച്ചു മൂടിയിട്ടും ആ ബർമൂട പോലും മാറ്റിയിട്ടില്ല. അവർ വെയിറ്റ് ചെയ്യണേന്ന്. അവർക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ആന്റിയും വരും. ആന്റീനെയും കൂടി മൂടിയിട്ട് ബർമൂട മാറ്റിയ പോരെ? ഇനി ഇത് മാറ്റി 2ാം തലക്കിട്ട് വേറെ എന്തിനാ ബർമൂട ഇടുന്നേ? അവര് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോ പത്രോസ് പറഞ്ഞു, ഇതാ നിന്റെ ഭർത്താവ്. അനന്യാസ് അച്ചായനെ കുഴിച്ചിട്ടവർ പുറത്ത് നിപ്പുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു.
ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് ഉടനെ എവിടെ വീണു? കാൽക്കൽ വീണു. ഓ, കൂടെ നിന്നവരല്ല കാരണം സ്ലെയിനായി. ആത്മാവിൽ വീണെന്ന പലതും കരുതിയത്. കൊച്ചമ്മ അനങ്ങുന്നില്ല. പത്രോസ് വന്നിട്ട് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. പത്രോസ് പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടി ആരാധിക്കാം, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. പാട്ട് അടക്കുമ്പോ ബാല്യക്കാർ വന്നു. എന്ത് ചെയ്തു? ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികിൽ കുഴിച്ചിട്ടു. സ്ഥലം കിടപ്പുണ്ട്. ആർക്ക് പോണം? ഇന്ന് പറ, ആത്മാവിനോട് വ്യാജം പറഞ്ഞ് കുഴിയിലേക്ക് പോവത്തില്ല. അപ്പൊ വന്ന ദൂത് കണ്ടോ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ കുഴിമാടം വരെ പോവാം. പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുന്നവന് നിത്യത വരെ ചെല്ലോ. ഹല്ലേലൂയ.